അവന് ഞാൻ പണ്ടേ നോക്കി വെച്ചതാ. എൻ്റെ ഒരു മാന്യം കളി. ഇപ്പൊ ഇവളുടെ കാര്യം എന്തോ ചെയ്യുന്ന ഞാൻ ഒരു ജീവിതം കൊടുക്കേണ്ടി വരുമോ? എടി നീ എന്താ എന്നെ കണ്ടിട്ട് മിണ്ടാണ്ട് പോന്നേ? എടി ഞാൻ കണ്ടില്ല. അല്ല, നാട്ടുകാരൊക്കെ ഓരോന്നൊക്കെ പറയുന്നു, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീയാണ് എന്നെ മൈൻഡ് ചെയ്ത് പോകുന്നു കണ്ടിട്ട്. എടി ഞാൻ ശ്രദ്ധിക്കാഞ്ഞിട്ടാ. നീ അത് വിട്. വൈശാഖേട്ടൻ ഇവിടെ. വൈശാഖേട്ടൻ തൃശ്ശൂർ പോയേക്കുന്ന ജോലിയുടെ ആവശ്യത്തിന്. ഇന്ന് വരും. നീ കാര്യം പറ. എടി നാട്ടുകാരൊക്കെ പലതും പറഞ്ഞു നടക്കുന്നുണ്ട്. എന്ത്? വൈശാഖേട്ടൻ ഏതോ പെൺകുട്ടിനെന്തോ ചെയ്തെന്നോ നാട്ടുകാരത് കണ്ടെന്നോ അങ്ങനെ എന്തൊക്കെയോ. ദേ, നീ പറഞ്ഞത് പറഞ്ഞു. മേലെ അമ്മ വർത്താനം പറഞ്ഞിട്ടല്ലോ. എടി അതങ്ങനെ അല്ല. നിർത്തിക്കോ. എന്റെ ഭർത്താവിനെ എനിക്കറിയാം. നാട്ടുകാർ വന്നേക്കുന്നു. നീ എന്തിനാ എന്നോട് ചൂടാവുന്നേ? ഞാനാണ് ഈ നാട്ടുകാരോടൊക്കെ പറഞ്ഞു നടക്കുന്നത്. നീ അത് നിന്റെ ഭർത്താവിനോട് ചോദിച്ചോ. എനിക്കിതിന്റെ ആവശ്യമില്ല. എനിക്കറിയാം അയാളെ. നാട്ടുകാർ നീ അങ്ങോട്ട്. ഒരു നാട്ടുകാര് ആരെങ്കിലും പറഞ്ഞു കേട്ടോ അപ്പൊ തുടങ്ങിക്കോളും മാന്യന്മാരുടെ നെഞ്ചത്ത് തരാൻ. ഒരു കൂട്ടുകാരുള്ളതാണെങ്കിലോ ഈ നാട്ടുകാർ പറഞ്ഞ മാത്രമേ വിശ്വസിക്കുള്ളൂ. എന്നാ പിടിച്ചോ. എന്താ ഇനി ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വാങ്ങി തന്നില്ല എന്ന് പറയരുത്. തനിക്ക് ഇഷ്ടപ്പെട്ട കളറിൽ ഇഷ്ടപ്പെട്ട ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട്. ഓ, ഈ PXC എക്സാമിനെ ഉറക്കൊഴിഞ്ഞ് പഠിക്കുന്നതൊക്കെ നല്ലതാ. പക്ഷെ ഈ കാലം ദിവസം മനസ്സിലാവില്ല എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രശ്നമല്ലേ? പിന്നെ എന്തായാലും തുറന്നു നോക്ക്. ഇഷ്ടപ്പെടാൻ അറിയില്ല കേട്ടോ. ഇഷ്ടപ്പെട്ടൊക്കെ ചെയ്യും. എന്നാലും ഇട്ടിട്ട് വരാം. എടോ, ഇന്നേ ചോറിടണ്ട, നമുക്ക് പുറത്തു പോയി കഴിക്കാം. അടിപൊളി. ആ, അല്ലെങ്കിൽ എന്റെ സെലക്ഷൻ അടിപൊളിയാണല്ലോ. ഞാൻ ചായ എടുക്കാം. എന്നാ പിന്നെ ചായ കുടിച്ചിട്ട് നമുക്ക് പുറത്തു പോവാം. ഇതന്നെ ഇട്ടാ മതി. ഇതെന്ത് ഇവിടെ ഇങ്ങനെയൊക്കെ? നിനക്ക് പഠിച്ച് പഠിച്ച് തലയ്ക്ക് വട്ടായോ? അതൊന്നുമില്ല, ചുമ്മാ മനുഷ്യരെ ഭ്രാന്താക്കാനായിട്ട് കുറച്ച് പേര്. എന്തുപറ്റി? ഒന്നുമില്ല. കാര്യം പറ. അത് നാട്ടുകാര് പറയുക നിങ്ങളാരോ കീറി പിടിച്ചു നോക്കും. ദൃശ്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഞാൻ എന്നെ വിളിക്കുന്നത് വീണ്ടും ഒക്കെ മതിയില്ല തോന്നുന്നു. എന്താ നിനക്ക് വേണ്ടത്? ഇനി വല്ല പറഞ്ഞുണ്ടാക്കാനുണ്ടോ? ഞാൻ നിനക്കൊരു വീഡിയോ അയച്ചിട്ടുണ്ട്. അത് നീ അതൊന്ന് കണ്ടോ. എടി, ഞാനത് ഈ നാട്ടുകാർ മുഴുവൻ പറഞ്ഞിട്ട് ഒന്നും വിശ്വസിച്ചില്ല ഞാൻ. നീ അങ്ങനെ ചെയ്യില്ലെന്ന് മാത്രം വിശ്വസിച്ചോളാം ഞാൻ. അതെന്താ അങ്ങനെ പറയുന്നത് എന്നോട് ചോദിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്നോടത് നീ വിചാരിക്കുന്ന പോലെ ഒന്നല്ല അത്. അപ്പോഴും എന്റെ വീട്ടുകാർ മുഴുവൻ മർപ്പിച്ചു നിന്നോട് വന്നവളല്ലേ ഞാൻ. എന്നോടെന്താ ഇങ്ങനെ ചെയ്യുന്നത്? ഇതിലും വലിയ ബർത്ത്ഡേ ഗിഫ്റ്റ് എനിക്ക് കിട്ടാറുണ്ടോ? ഞാൻ പറഞ്ഞൊന്ന് കേക്ക്. നീ പറഞ്ഞതും ചെയ്തതും എല്ലാം ഞാൻ കണ്ടു. മതി, ഇനി നിന്നെ വിശ്വസിക്കില്ല.
ഇനി എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം. നീ എന്ത് ചെയ്യുന്നേ? നീ എവിടേക്ക് പോകുന്നേ? ഇനി മേല ഇന്ന് എന്റെ കണ്ണിന്റെ മുമ്പിൽ കണ്ടുവരും.